എന്താണ് Node.js? ഈ ജാവാസ്ക്രിപ്റ്റ് ഉണ്ടായത് വെബ് ബ്രൗസറുകളിൽ ഓടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ എഴുതിയ ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബ്രൗസറിൽ തന്നെ എലമെന്റുകൾ ആക്സസ് ചെയ്യുക, അത് മോഡിഫൈ ചെയ്യുക, ഈ ബ്രൗസറിൽ നിന്നുകൊണ്ട് തന്നെ API കോളുകൾ വിളിച്ച് സെർവറിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതിനൊക്കെയാണ് ബേസിക്കലി ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ ഉപയോഗിച്ചിരുന്നത്. നേരെ മറിച്ച് നമ്മുടെ സെർവറിനകത്ത്, നമ്മുടെ മെഷീനകത്തൊക്കെ നമ്മുടെ പ്രോഗ്രാം എഴുതണമെങ്കിൽ അതിന് പൈത്തൺ, PHP, C++ തുടങ്ങിയ ലാംഗ്വേജുകളായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. സോ അപ്പോഴാണ് ഈ ജാവാസ്ക്രിപ്റ്റ് തന്നെ ഈ സെർവറിൽ ഓടിക്കാൻ പറ്റുമോ എന്നുള്ള ആലോചന തുടങ്ങിയത്. അങ്ങനെ ഈ ഗൂഗിൾ ക്രോമിന്റെ ഓപ്പൺ സോഴ്സ് ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ ബ്രൗസറും ഡൂബുമായിട്ടുള്ള ഇന്റർഫേസ് ചെയ്യാവുന്ന ലോജിക്കുകളൊക്കെ എടുത്തു മാറ്റി നമ്മുടെ മെഷീനിൽ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്റർഫേസുകൾ, അതായത് ഫയൽ സിസ്റ്റവും മറ്റ് ഇന്റർഫേസുകളും ഒക്കെ അതിനകത്ത് ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോർട്ടാണ് Node.js. ആ Node.js നമ്മുടെ ലിനക്സിലോ മാക്കിലോ വിൻഡോസിലോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡ് നമുക്ക് പൈത്തൺ, PHP പോലെയൊക്കെ നമുക്ക് സെർവറിൽ ഓടിക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ജാവാസ്ക്രിപ്റ്റ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റിന് മാത്രമല്ല, ഇപ്പൊ Node.jsന്റെ പുറത്ത് ഓടുന്ന ഇഷ്ടംപോലെ ഫ്രെയിം വർക്ക് ഉപയോഗിച്ചിട്ട് ബാക്ക് എൻഡ് ഡെവലപ്മെന്റിനും ഇഷ്ടംപോലെ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ എന്താണ് അതിൽ NPM? സോ Node.jsനകത്ത് നമുക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള ആൾക്കാരുകൾ എഴുതിയിട്ടുള്ള ലൈബ്രറീസ് നമ്മുടെ പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അതിന് മാനേജ് ചെയ്യാൻ Node.js തന്നെ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് NPM.